Today, I am going to discuss about the poem Pi by Wisława Szymborska. സോ ജസ്റ്റ് അബൌട്ട് ദി ഓതർ നോക്കാം. വിസ്ലവ സിംബോർസ്ക എന്ന് പറയുന്നത് ഒരു പോളിഷ് പോയറ്റാണ്. ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1996 ഷി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഒരു പോളിഷ് പോയറ്റ് ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഓഫ് പോളണ്ട് ഫ്രം വേൾഡ് വാർ സെക്കൻഡ് ടു അത് നല്ല രീതിയിൽ സിംബോർസ്കേൻ്റെ പോയട്രിയിൽ നമുക്ക് കാണാം. പോയട്രിയിൽ തീംസൊക്കെ ആയിട്ട് കാണാം. ഷി വാസ് ഓൾസോ എ ഡീപ്ലി പേഴ്സണൽ പോയറ്റ് എന്ന് പറയുന്നു. അതേപോലെ സം ഓഫ് ഹെർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ഹെർ കളക്ഷൻസ് ഇൻക്ലൂഡ് മോണോലോഗ് ഓഫ് എ ഡോഗ്, മിറാക്കിൾ ഫെയർ. അതേപോലെ കുറച്ച് കളക്ഷൻസിൻ്റെ പേരൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ കാണാം. സോ ഞാൻ നേരെ പോയത്തിലേക്ക് പോവുകയാണ്. സോ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് പൈ ആണ്. നമുക്കെല്ലാവർക്കും പൈ അറിയാം, പൈൻ്റെ വാല്യൂ അറിയാം. സോ ഈ ഒരു വേർഡിലൂടെ പൈയിലൂടെ പോയറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ സബ്ജക്റ്റ് മാറ്ററാണ്. പൈൻ്റെ വാല്യൂ അത് മാത്രം അല്ല, എസൻസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ, നമ്മളുടെ ഒരു ഹ്യൂമൻ ലൈഫ്, നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മൾ ത്രൂ നമ്മളുടെ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിൽ വി ആർ സീക്കിംഗ് നോളജ് അല്ലേ. എത്രമാത്രം നമ്മൾ നോളജ് അക്വയർ ചെയ്താലും അവസാനിക്കുന്നില്ല. നോളജ് എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല. ഓക്കെ, നമുക്കൊരു 100 വയസ്സ് ആയുസ്സുണ്ടെങ്കിൽ അത്രയും നമ്മൾ ആ ഒരു വയസ്സ് വരെ നമ്മൾ നോളജ് അക്വയർ ചെയ്താലും പിന്നെയും അങ്ങോട്ടേക്ക് കിടക്കുകയാണ്. ഓക്കെ, സീക്കിംഗ് ഓഫ് നോളജ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്തോറും പിന്നെയും വാസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതിനെ ഏതിനോടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? പൈൻ്റെ വാല്യൂവും നമ്മൾ അതിൻ്റെ ഒരു അവസാനം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരേപോലെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോയത്തിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെയാണ് ഇൻ ഓർഡർ ടു എക്സ്പ്ലോർ ദ മിസ്റ്ററീസ് ഓഫ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള നോളജും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയാലും പിന്നെയും വാസ്റ്റായിട്ട് അവിടെ കിടക്കുകയാണ്. നമുക്കറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നും കോസ്മോസ്, അതിൻ്റെ സീക്രട്സ്, അതിൻ്റെ പിറകെ ഇങ്ങനെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഈ വാല്യൂ ഓഫ് പൈ പോലെ തന്നെ എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നാണ് ഇവിടെ തുടക്കത്തിൽ നമ്മളോട് പോയിട്ട് ആ ഒരു മീനിങ്ങിലും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം പറയുന്നത്. സോ നമുക്ക് പൈനെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ആൻഷ്യൻ ഗ്രീക്സ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു സോൾവ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. അതേപോലെ സർക്കംഫറൻസ് ഓഫ് സർക്കിൾസ്, വോളിയം ഓഫ് സ്പിയേഴ്സ്, ഏരിയ ഓഫ് എലിപ്സസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പൈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ആർക്കിടെക്ചർ, മ്യൂസിക്, ആർട്ട്, ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഏരിയാസിലേക്ക് ഇതിൻ്റെ ഈ പൈ നമുക്ക് യൂസ്ഫുൾ ആണ്. സോ ഈ ഒരു പോയം മെയിനായിട്ടും 3 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 3 സ്റ്റാൻസയിലും ഡിഫറെൻറ്റ് തീം ആണ് പറയുന്നത് റിലേറ്റഡ് ടു ദ പൈ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈൻ, ദ അഡ്മിറബിൾ നമ്പർ പൈ 3.141. തുടക്കത്തിലെ തന്നെ പൈനെ ഒരു എക്സ്ട്രാ ഓർഡിനറി നമ്പർ, ഒരു അഡ്മിറബിൾ നമ്പറായിട്ട് വിശേഷിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്നത് പൈൻ്റെ വാല്യൂ ആണ്. നമുക്കറിയാം 3.141. നെക്സ്റ്റ് ലൈനിൽ ഓൾ ദ ഫോളോയിങ് ഡിജിറ്റ്സ് ആർ ഓൾസോ ജസ്റ്റ് എ സ്റ്റാർട്ട്. ഞാൻ മുകളിൽ പറഞ്ഞ 3.141 എന്ന് പറയുന്നത് പൈൻ്റെ വാല്യൂവിൻ്റെ തുടക്കം മാത്രമാണ്. 592 ബിക്കോസ് ഇറ്റ് നെവർ എൻഡ്സ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 3.141 കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 ഡിജിറ്റ്സ് ആണ് 592. കാരണം അതങ്ങനെ പോകുകയാണ്, കാരണം അത് അവസാനിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ഇറ്റ് കനോട്ട് ബി ഗ്രാസ്പ്ഡ് 6535 അറ്റ് എ ഗ്ലാൻസ്. പിന്നെ അടുത്ത നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അടുത്ത നമ്പേഴ്സ് ഇതാണ് 6535. ഓക്കെ, അടുത്തത് കാൽക്കുലേഷനിലൂടെ നമുക്ക് നെക്സ്റ്റ് 2 ഡിജിറ്റ്സും കൂടെ കിട്ടും, 89. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇമാജിനേഷനിലൂടെ നമുക്ക് കിട്ടും 79. ഓർ ഈവൻ 3
2, 3, 8 in just or by comparison. ഓക്കെ, പിന്നെയും നമുക്ക് അടുത്ത എന്താണ് ഇതുവരെയുള്ള നമ്പേഴ്സിൻ്റെ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അത് നോക്കുവാണെങ്കിൽ, അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഡിജിറ്റ്സും കിട്ടും. 3, 2, 3, 8 എന്നുള്ള രീതിയിൽ. പിന്നെ 4 to 6 to anything, 2, 6, 4, 3 in the world. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹൗ പൈ ഗോസ് ഓൺ ഫോർ അവർ, അതായത് പൈൻ്റെ വാല്യൂ എങ്ങനെയാണ് എങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നത്. നമ്മൾ എത്രമാത്രം കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈൻ്റെ വാല്യൂ, ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഫിനിറ്റീനെ നമ്മുടെ ഫൈനൈറ്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫുമായിട്ട് കോൺട്രാസ്റ്റിംഗ് ആണ്. ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവും, എല്ലാത്തിനും ഒരു എൻഡിങ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു വാല്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇറ്റ് ഈസ് എൻഡ്ലെസ് ടു ദ അൺനോൺ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ ഒരു വണ്ടർ ആൻഡ് മിസ്റ്ററി ആണ് ഈ ഒരു പൈൻ്റെ വാല്യൂവിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ലൈൻ, ദ ലോങ്സ്റ്റ് സ്നേക്ക് ഓൺ ദ എർത്ത് എൻഡ്സ് അറ്റ് 30 odd feet. പിന്നെ അടുത്ത സ്റ്റാൻസിൽ പറയുന്നത്, എർത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പാമ്പ്, ആ ഒരു പാമ്പിൻ്റെ ലെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 30 ഫീറ്റ് അത്രയും ഉണ്ടാവും. ഓക്കെ, സെയിം ഗോസ് ഫോർ എ ഫെയറി ടെയിൽ സ്നേക്സ് ദോ ദേ മേക്ക് ഇറ്റ് എ ലിറ്റിൽ ലോങ്. അപ്പോൾ ഫെയറി ടെയിൽസിലൊക്കെ നമ്മൾ കാണുന്ന കാർട്ടൂണൈസ്ഡ് ആയിട്ടുള്ള സ്നേക്സ് അത് കുറച്ചും കൂടി നീളം ഉണ്ടാവും. ഓക്കെ, എന്നാലും അതിനൊരു എൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ലൈനിൽ പറയുന്നത്, ദ ക്യാരവൻ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ഇസ് പൈ. ക്യാരവൻ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെഹിക്കിൾസിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് എന്നുള്ള രീതിയിലാണ് ക്യാരവൻ ഉള്ളത്. എന്നാലും അതിൽ ഉൾക്കൊള്ളുന്നതിലും അപ്പുറത്താണ് പൈൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും ഒരു ക്യാരവനിൽ നിറയെ ഉണ്ടാകുന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ, എന്നാലും ആ ക്യാരവൻ നിറഞ്ഞാലും ക്യാരവൻ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ഇസ് പൈ ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ദ എഡ്ജ് ഓഫ് എ പേജ്. നമ്മളിപ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ തുടക്കം തൊട്ടിട്ട് ഇങ്ങനെ പൈൻ്റെ വാല്യൂ എഴുതി പോയാൽ ആ ബുക്കിൻ്റെ അവസാനം എഡ്ജ് കഴിഞ്ഞാലും അത് എൻഡ് ആവുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, ബട്ട് റൺസ് ഓഫ് ദ ടേബിൾ, ആ ബുക്ക് ഒരു ടേബിളിലായിരിക്കും, അപ്പോൾ ആ ടേബിൾ പാർട്ടിൽ എഴുതിയാലും എൻഡ് ആവുന്നില്ല. ആൻഡ് ഇൻ ടു ദ എയർ, പിന്നെ ടേബിൾ കഴിഞ്ഞ് ഒരു എയർ പാർട്ട് ഉണ്ടാവും, അവിടെയും നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാലും അത് എൻഡ് ആവുന്നില്ല. പിന്നെ നമ്മളിരിക്കുന്ന റൂമാണെങ്കിൽ അവിടെ വാൾ ഉണ്ടാവും, ആ വാള് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മേ ബി ട്രീസ് ഉണ്ടാവാം, ബേർഡിന് നെസ്റ്റ് ഉണ്ടാവാം, അതും കഴിഞ്ഞ് ആകാശം, അതാണ് ക്ലൗഡ്സ് എന്നൊക്കെ പറയുന്നത്. സ്ട്രെയിറ്റ് ഇൻ ടു ദ സ്കൈ, അങ്ങോട്ടേക്ക് നമ്മളിതിൻ്റെ വാല്യൂ എഴുതി പോയാലും എന്താണ് പറയുന്നത്, അതിനൊരു എൻഡിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ത്രൂ ഓൾ ദ ബ്ലോട്ടഡ്നെസ് ആൻഡ് ദ ബോട്ടംലെസ്നെസ്. ഓക്കെ, അതായത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡിങ് ഇല്ലാത്ത ഒരു രീതിയിലാണ് ഈ പൈൻ്റെ വാല്യൂ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓ ഹൗ ഷോർട്ട് ഓൾ ബട്ട് മൗസ് ലൈക്ക് is the comet's tail, or how frail is the ray of starlight bending in any old space. അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, കൊമറ്റ്സ് ടെയിൽ. നമ്മൾ ആകാശത്തൊക്കെ നമ്മൾ കൊമറ്റ് കാണുന്നതാണല്ലേ ഇങ്ങനെ. അപ്പോൾ അത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് ജസ്റ്റ് എന്താണ്, ഒരു മൗസ്, ഒരു എലിക്കുഞ്ഞ് പോകുന്ന പോലെ ഇങ്ങനെ പോകുന്ന കാണാം. ഓക്കെ, അപ്പം അത് ശരിക്കും അതിൻ്റെ ഒരു ക്ലോസിൽ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ലോങ് തന്നെയാണ്, പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ നീളം എടുത്താലും അത് ചെറുതാണെന്നാണ് പറയുന്നത്. കമ്പയർഡ് ടു ദ വാല്യൂ ഓഫ് പൈ. ഹൗ ഫ്രെയിൽ ഇസ് ദ റേ ഓഫ് സ്റ്റാർലൈറ്റ്, അതുപോലെ തന്നെയാണ് സ്റ്റാർലൈറ്റ്, നക്ഷത്രത്തിൻ്റെ ആ റേസ്, അത് തൊട്ടടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റൻസിൽ പോകുന്ന ഒന്നാണ്. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിലും ഏതാണ് മോസ്റ്റ് ലോങ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് പൈ ആണ്. മീൻ വൈൽ 2, 3, 15, 319 മൈ ഫോൺ നമ്പർ, യുവർ ഷർട്ട് സൈസ്. പിന്നെ നമ്മളുടെ ഇവിടെയുള്ള ഡിഫറെൻറ്റ് വാല്യൂസ്, ഷർട്ട് സൈസ്, അതേപോലെ ഫോൺ നമ്പേഴ്സ്, അതേപോലെ തന്നെ പല ഡിജിറ്റ്സ് ആയിട്ട് നിൽക്കുന്ന പലതും, അതായത് 65 cents എന്നൊക്കെ പറയും, അതിൻ്റെ സ്ക്വയർ ഫീറ്റ് നമ്പർ, അങ്ങനെയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിലും ഈ എല്ലാ മെഷർമെൻറ്റും നമ്മളുടെ ഫിംഗേഴ്സിൽ ഒതുങ്ങുന്നതാണ്. നമുക്ക് എഴുതി അവിടെ
ഒരു എൻഡിങ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ വിച്ച് വി ഫൈൻഡ് ഹൗ ബ്ലേഡ് ദ ട്രോസ്റ്റിൽ സിങ്സ്. ട്രോസ്റ്റിൽ ഇസ് എ കൈൻഡ് ഓഫ് ബേർഡ് വിച്ച് സിങ്സ് മെലോഡിയസ് സോങ്സ്. അതായത് സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള സോങ്സ് ഒക്കെ പാടുന്ന ഒരു ബേർഡ് എന്നുള്ള രീതിയിലാണ് ട്രോസ്റ്റിൽ അറിയപ്പെടുന്നത്. അപ്പം ആ മെലോഡിയസ് സോങ്, ആ ട്രോസ്റ്റിലിൻ്റെ സിംഗിങ് എത്ര ഇതായിക്കോട്ടെ അതിനും ഒരു എൻഡിങ് ഉണ്ട്, ക്ലിയർ എൻഡിങ് ഉണ്ട്. And please remain calm and heaven and earth shall pass away but not pie, that won't happen. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബൌട്ട് ഹെവൻ ആൻഡ് എർത്ത്. നമ്മളുടെ എർത്തിനൊരു ആയുസ്സുണ്ട്, ഹെവന് ഒരു ആയുസ്സുണ്ട്, ആ രീതിയിൽ പറയുകയാണ്. ഈവൻ ദോ ഹെവൻ ആൻഡ് എർത്ത് പാസ് അവേ, എന്നാൽ കൂടി ഹെവൻ്റെയും എർത്തിൻ്റെയും ഒക്കെ ആയുസ് കഴിഞ്ഞാൽ കൂടി പൈ അവിടെ എന്താണ് നിലനിൽക്കും. പൈന് ഒരു മരണമില്ല, ദാറ്റ് വോണ്ട് ഹാപ്പൻ. അപ്പോൾ ഇറ്റ് സ്റ്റിൽ ഹാസ് ആൻ ഓക്കെ 5. അപ്പോൾ പൈൻ്റെ വാല്യൂവിലുള്ള 3.141 കഴിഞ്ഞിട്ടുള്ള ഒരു 5 ആണ് അവിടെ പറയുന്നത്. അതെന്നും ഓക്കെ ആയിട്ട് അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ ക്വൈറ്റ് ഫൈൻ 8, അതിൽ 8 എപ്പോഴും ക്വൈറ്റ് ഫൈനായിട്ട് നിലനിൽക്കും. അതേപോലെ 7, ഇതെല്ലാം ആക്റ്റീവായിട്ട് എന്നും നിലനിൽക്കും. പ്രോഡിങ് ആൻഡ് പ്രോഡിങ്, എപ്ലോഡിങ് എറ്റേണിറ്റി ടു ലാസ്റ്റ്. അതായത് പ്രോഡിങ് മീൻസ് എൻകറേജിങ് സംതിങ് ടു റിമെയിൻ എറ്റേണൽ. ഓക്കെ, എപ്ലോഡിങ് എറ്റേണിറ്റി ടു ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പൈൻ്റെ വാല്യൂ എന്നും എറ്റേണലായിട്ട് മരണമില്ലാത്ത രീതിയിൽ എന്നും ഇങ്ങനെ നിലനിൽക്കും. ഈവൻ ദോ ഹെവൻ ആൻഡ് എർത്ത് പാസ് അവേ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു പോയത്തിലുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോൺട്രാസ്റ്റിംഗ് നേച്ചർ ബിറ്റ്വീൻ ഹ്യൂമൻ ലിമിറ്റേഷൻസ് ആൻഡ് ഇൻഫൈനൈറ്റ് നേച്ചർ ഓഫ് ദ നോളജ് ആൻഡ് ഓൾസോ യൂണിവേഴ്സ്. നമ്മളുടെ യൂണിവേഴ്സ്, അതേപോലെ നമ്മളുടെ നോളജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതെന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. പക്ഷേ ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റേഷൻ, എല്ലാത്തിനും ഒരു എൻഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്, ജസ്റ്റ് ലൈക്ക് ടൈം, യൂണിവേഴ്സ് ഓർ നോളജ്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അതിനൊരു എൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത് നമ്മൾ ഇന്നും എന്താണ് സീക്രട്ട് ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ അതിൻ്റെ പിറകെയാണ്. പക്ഷേ അതെന്നും ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും. നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ എൻഡിങ് വരെ അതിനെപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തിയാലും അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ലൈക്ക് ദ വാല്യൂ ഓഫ് പൈ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്.